1, 2, 3. ചങ്ങനാശ്ശേരി ചേട്ടനും രഞ്ജീഷ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ ഈ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്ന് ഇവിടുന്ന് ഒരാൾ കഴിഞ്ഞ ദിവസം ബോണ്ടാൻ മേടിച്ചു അവിടുന്ന് ഒരാളെ എറിഞ്ഞെടുത്ത് സാറേ. അതുപോലെ ഈ രൂപക്കൂടിന്റെ പ്രത്യേകത 21 ഗിയറാണ് സാറേ. 21 ഗിയർ, ജപ്പാന്റെ ഷിമാനോ ഗിയർ. അച്ഛൻ്റെ ഒരു ബിസിനസ് ആയിട്ട് മാത്രമല്ല ഇത് കാണുന്ന പലരും. പ്രിയ പ്രേക്ഷകരെ നമസ്കാരം, ഞാൻ ജസ്റ്റിനാണേ. ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഉഷാറായിട്ട്. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയുടെ കാഴ്ചകളിലെ എപ്പിസോഡ് 1 കടക്കുകയാണ്. ചങ്ങനാശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല വൈബുള്ള നല്ല നാട്ടുകാർ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നാട്ടുകാർ. പിന്നെ നമ്മൾ ഈ പോകുന്ന യാത്രയിൽ ഒരുപാട് ഷോപ്പുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് പരിചയപ്പെടുത്താൻ കാരണം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്തുന്നതോടുകൂടി നിങ്ങൾ പുതിയതായിട്ട് അറിയപ്പെടുന്നതായിരിക്കും. നല്ലവരായ കുറേ നല്ല ഷോപ്പുകാർ. ഇത് പറയാൻ കാരണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. ഈ ഷോപ്പുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന അടിപൊളി ഓഫറുകൾ, അടിപൊളി സേവനങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇന്ന് കുറച്ച് കുസൃതി ചോദ്യ കാര്യങ്ങളും സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആരെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട മൈസൂർ ഗോൾഡാണ്. മൈസൂർ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും കേരളത്തിൽ എവിടെയും ആരുടെയും സ്വർണം അത് ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതാണെങ്കിലും മൈസൂർ ഗോൾഡ് അത് എടുത്ത് ഉയർന്ന മൂല്യത്തിൽ അത് വാങ്ങുവാനും വിൽക്കുവാനും നിങ്ങളെ സഹായിക്കുന്നു. 25 വർഷത്തെ സേവന പാരമ്പര്യം ഓർത്തോണം. പിന്നെ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂർ ഈ 3 സ്ഥലങ്ങളിലും ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അത് മാത്രമല്ല കേരളത്തിൽ എവിടെയും ഈ മൈസൂർ ഗോൾഡിലെ സേവനം ഏത് സമയത്തും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പൊ നമുക്ക് യാത്ര ആരംഭിക്കാം. അതിനു മുമ്പ് ഇവിടെ ഈ സ്ഥലത്ത് ഇപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ്. കണ്ടോ, ട്രെയിൻ വരുന്നതൊക്കെ നമ്മൾ കാണിക്കാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ട്രെയിന് വേണ്ടി ചാടാനല്ല, ട്രെയിൻ വരുന്നതും പോകുന്നതും ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി പാലം, അതായത് ചങ്ങനാശ്ശേരിയുടെ തുടക്കത്തിലാണ്. നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. പോവാം, അടിപൊളി. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ചങ്ങനാശ്ശേരി പാലത്തിൽ നിന്നും ചങ്ങനാശ്ശേരിയുടെ കാഴ്ചകളിലേക്ക് ഇങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കിന്റെ ഊപ്പാടാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഞാൻ മുമ്പേ പറഞ്ഞാൽ നല്ലവരെ അതേ സിഗ്നലിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിക്കണം കേട്ടോ. അവിടുന്നും എല്ലാം ബ്ലോക്കാണ്. നമുക്ക് ഉടനെ തന്നെ പോകാം. സിഗ്നൽ വീണാൽ പച്ച കത്തിയാൽ നമ്മൾ കത്തിച്ചിരിക്കും, അതുറപ്പാണ്. ചങ്ങനാശ്ശേരിയുടെ കാഴ്ചകൾ തുടങ്ങുന്നതേ ഉള്ളൂ, ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഭയങ്കര തിരക്കാണ് കണ്ടോ. പച്ച കത്താൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേ പച്ച കത്തിയിരിക്കുകയാണ്. ആവട്ടെ കണ്ടോ. നല്ല റോഡുകൾ, ഓട്ടോറിക്ഷ, ബൈക്ക്, എത്ര മനോഹരമായ സ്ഥലം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആളുകള് മനസ്സിൽ അതുപോലെ മനോഹാരിതയുള്ള ആളുകളാണ്. മുളകുപാടം സൈക്കിൾ ഷോറൂം, സോഫിയ ആർട്ട് ഗാലറി. അപ്പോൾ നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളു ചങ്ങനാശ്ശേരിക്ക്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ചങ്ങനാശ്ശേരിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് ഇങ്ങനെ പോകാം. അതെ, നമ്മുടെ ചേട്ടാ വാഴക്കാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ കടി, അതെ, ബോണ്ട, ഉള്ളിവട, ഏത്തക്കാപ്പ് എല്ലാം ഉണ്ട്. ചേച്ചി നമസ്കാരം. ചേച്ചി നമസ്കാരം. എന്നോട് വിശേഷമൊക്കെ നീ ഒന്നേ ചോദിക്കട്ടെ. എന്നാ പേര്? ജെസ്സി. നീ ഒന്നേ ചോദിക്കട്ടെ. എന്നാ പേര്? സരോജം. സറിയാമ്മ, ഇത് കട എത്ര ആളെ ഇവിടെ? ഇത് 22 വർഷത്തോളം. 22 വർഷമായി. ചങ്ങനാശ്ശേരിക്കാരി തന്നെയാണ്? രണ്ടുപേരും ചങ്ങനാശ്ശേരിക്കാരാണോ? അപ്പൊ ഈ ചങ്ങനാശ്ശേരിയെ കുറിച്ച് 2 വാക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു. ചങ്ങനാശ്ശേരി ദൈവത്തിന്റെ സ്വന്തം നാട്, 5 വിളക്കിന്റെ നാട്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. 5 വിളക്കിന്റെ നാട്. പിന്നെ എങ്ങനെയുണ്ട് ചങ്ങനാശ്ശേരിയുടെ ആൾക്കാരൊക്കെ? ആൾക്കാരെ കുറിച്ചൊന്നും പറയാതിരിക്കട്ടെ. ഈ സരോജമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ലവരാണെന്നാണോ പറഞ്ഞത്? അതാണോ ചേച്ചി? മൊത്തത്തിലെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ലവരും ഉണ്ട്, ചീത്തയും ഉണ്ട്. ഉണ്ടോ? അത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട്. എന്നിരുന്നാലും അപ്പൊ എല്ലാം അടിപൊളി. ചേട്ടായുടെ പേര് ഒന്നേ ചോദിക്കട്ടെ. ഏത്തക്കാപ്പ കരിഞ്ഞു പോകാൻ നോക്കണേ. വർത്താനം പറയുമ്പോ പേരെന്നാ? സാബു. ചങ്ങനാശ്ശേരിക്കാരനാ? എങ്ങനെയുണ്ട് ചങ്ങനാശ്ശേരി? കുഴപ്പമില്ല. ഇവിടുത്തെ ഏത്തക്കാപ്പ എങ്ങനെയുണ്ട്? സൂപ്പർ. ബോണ്ടായാണോ, ഉള്ളിവടയാണോ, പരിപ്പോടെയാണോ, ഉഴുന്നവടയാണോ, ഏത്തക്കാപ്പാണോ നല്ലത്? എല്ലാം സൂപ്പറായിട്ട്. എല്ലാം നല്ല.
അപ്പൊ അടിപൊളി. ഇവിടുന്ന് ഒരാളെ കഴിഞ്ഞ ദിവസം ബോണ്ടാ മേടിച്ചു, അവിടുന്ന് ഒരാളെ എറിഞ്ഞെടുത്ത് ഞാൻ കണ്ടു. എറിഞ്ഞെടുത്താണ്ടോ നിങ്ങളെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ടാറ്റ. ഓക്കെ. ചേട്ടാ നമസ്കാരം. എന്നാണ് വിശേഷം? ഇത് നമ്മുടെ പഴയ അപ്സര തിയേറ്റർ അല്ലേ? ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്, പടം ഓടുന്നുണ്ടല്ലോ. ഓടുന്നുണ്ടല്ലേ? പേരെന്നാ ചേട്ടാടെ? എൻ്റെ പേര് ഇസ്മായിൽ. ഇസ്മായിൽ. ഇത് പഴയ ആൽമരം അല്ലേ? അതെ. ഒരുപാട് വർഷങ്ങളായി ആൽമരം. അതെ. ഇസ്മായിൽക്കാ, ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഓ, ലോട്ടറി കച്ചവടമൊക്കെ തീരെ മടുപ്പാ. ഈ ചങ്ങനാശ്ശേരി ജനിച്ചുള്ള നാളാണോ? ഞാൻ ചെത്തിപ്പഴ ഹോസ്പിറ്റലില്ലേ, അതിന്റെ താഴെയാ. അതിന് താഴെ. എന്നിരുന്നാലും ചങ്ങനാശ്ശേരിയാണ് മെയിൻ കളം. ആ, എങ്ങനെയുണ്ട് ചങ്ങനാശ്ശേരി? ചങ്ങനാശ്ശേരി കുഴപ്പമൊന്നുമില്ല. നല്ല നാടാണ്, നല്ല നാട്ടുകാരാണ്. അലമ്പാവയ്യ വലിയുള്ള സ്ഥലങ്ങളൊന്നും അല്ല. സുഹൃത്തുക്കളെ, ചങ്ങനാശ്ശേരിയുടെ കവാടമായ അരമനപ്പടിയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 41 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സോഫിയ ഫോട്ടോസ് ഷോപ്പ്, അവിടുത്തെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന കൂട്ട് ഒരുപാട് കടകൾ ഇവിടെ ഉണ്ടെങ്കിലും സോഫിയ ഫോട്ടോസ് ഷോപ്പിൽ കയറി ചെല്ലുമ്പോൾ ചുറ്റും ദൈവങ്ങളാണ്. ദൈവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന ഒരു അനുഭവമാണ്. ഇത്രയും കളക്ഷനുള്ള, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ ചുരുക്കമാണ് ഇത്രയും രൂപങ്ങളും ഫോട്ടോസും കളക്ഷനുള്ള ഒരു ഷോപ്പ്. ഞാൻ അധികം സംസാരിച്ച് നീട്ടുന്നില്ല, നേരിട്ട് കാഴ്ചകളിലേക്ക് കിടക്കാം. വാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഷോപ്പിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ദൈവങ്ങളുടെ ഇടയിലേക്ക്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുവാണ്. കണ്ടോ, മാലാഖമാര് രൂപങ്ങൾ, ഒരുപാട് വെറൈറ്റി ലൈറ്റിംഗ് ഉള്ള ഫ്രെയിമുകളുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ എത്ര മനോഹരമായിട്ടുള്ള രൂപങ്ങളാണ്. ഇതുകൊണ്ട് ഇവിടെ ഡെക്കറേഷൻ തിരി വെക്കുന്ന സാധനങ്ങൾ കണ്ടോ, പല കളറിൽ പല വെറൈറ്റിയിലുള്ള തിരി വെക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് ഇത് പെട്ടെന്ന് കണ്ട എന്ത് വിചാരിക്കും, ഇത് മെഴുകുതിരിയാണ് സംഭവം. സകല രൂപ, അതാ പറയല്ലേ, ദൈവങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലിയിരിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഹല്ലേലൂയ സ്തുതിഗീതം ആണ് കേൾക്കുന്നത്. ഈ സ്തുതിഗീതം 24 മണിക്കൂറും ഇങ്ങനെ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കും, നിൽക്കത്തില്ല. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുന്ന സ്തുതിഗീതം. അത് 24 മണിക്കൂറും. അത് ഈ കടയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇനി കാഴ്ചകളുണ്ട്, വാ കാണാം. കണ്ടോ, പലതരത്തിലുള്ള കുരിശുരൂപങ്ങൾ, വലിയ കൊന്തകൾ, LED കൊന്തകളുണ്ട്, മാർത്തോമ കുരിശ്. ഇപ്പോൾ കൂട്ടുകാരെ, സോഫിയ ഫോട്ടോഷോപ്പിന്റെ ഓണറെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. 41 വർഷം ആയി അദ്ദേഹം ഈ സ്ഥാപനം ഇതുപോലെ മനോഹരമായിട്ട് കൊണ്ടു നടത്തുന്നു. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. സാറിന്റെ പേര്? സജി തോമസ്. സജി തോമസ്. ഓക്കെ. ചങ്ങനാശ്ശേരി തന്നെ വീട്? അരമനയുടെ തൊട്ട് പുറകിലാണ് ഞങ്ങളുടെ വീട്. അരമനയുടെ തൊട്ട് പുറകിലാണ്. ഇപ്പൊ ഇതുവഴി പോയാലും ഇവിടെ വരുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് കൂടെ പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് ഈ ദൈവങ്ങളെല്ലാരും കൂടെ ഉള്ളതുകൊണ്ടാണ്. അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവരുടെയും ഫോട്ടോസ് ഇവിടെ ഉണ്ട്. ഫോട്ടോസ് ഉണ്ട് എല്ലാവരുടെയും. ആരുടെയും നമ്മൾ മാറ്റി നിർത്തത്തില്ല. മതമൈത്രിയാണ് എന്റെ ലക്ഷ്യം. അതിന്റെ വലിയൊരു കാര്യമാണ്. അതിന്റെ ഒരു എനർജിയാണ് ഇവിടെ കയറുമ്പോൾ. ഹല്ലേലൂയ സ്തുതിഗീതത്തിന്റെ കാര്യം പറഞ്ഞു. 24 മണിക്കൂർ. അതും ഒരു എന്താ പറയാ, ഒരു പോസിറ്റീവ് എനർജി, ഒരു വൈബ് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇതിപ്പം രൂപക്കൂടിന്റെ കളക്ഷൻസ് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അത് ശരി, ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങളെ ഒന്ന് കാണിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെന്താ സാറേ, ഒരു കാര്യം ഇവിടെ കേറിട്ട് എവിടുന്ന് തുടങ്ങണം എന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. സാറ് പറയും ഇത് എവിടുന്ന് തുടങ്ങണം? നമുക്ക് രൂപക്കൂടെ തുടങ്ങാം. അടിപൊളി. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. വിവിധ തരത്തിലുള്ള രൂപക്കൂടുകളുണ്ട്. 3000 രൂപ മുതൽ 35,000 രൂപ വരെയുള്ള രൂപക്കൂട് ഇവിടെ കിട്ടും. അതുകൊള്ളാം. പിന്നെ ഇത് മെഴുകുതിരിയല്ലേ സാർ? അതെ, ബെഡ്, കല്യാണ പെണ്ണിനെ പിടിക്കാനുള്ള ബെഡിങ്. അപ്പൊ സാറേ, ഈ ഇരിക്കുന്നതൊക്കെ LED ഫോട്ടോസ് ആണ്? അതെ, LED ഫോട്ടോസ് ആണ്. ഗ്ലാസ് പ്രിന്റ് ചെയ്തിട്ട് LED ഇടുന്നതാണ്. 900 മുതലാണ് സ്റ്റാർട്ടിങ്. ഓരോ വലിപ്പം അനുസരിച്ച് അതിന്റെ വില ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എത്ര വലിയ ഫോട്ടോ ആണെങ്കിലും നമ്മളിവിടെ ചെയ്തു കൊടുക്കും. ഫാദറായിട്ട് തുടങ്ങിയതാണ്, ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. സാറേ, അതുപോലെ ഈ രൂപക്കൂടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. ഇതിന്റെ നടുക്ക് ഈശോയുടെ ഫോട്ടോയാണ്. ഇവിടെയാണെങ്കിൽ സ്റ്റാച്യൂസ് ആണ്. അത് 6 അടി പൊക്കം, 7 അടി പൊക്കം, 7 അടി. അത് ആവശ്യാനുസരണം നമ്മൾ ചെയ്തു കൊടുക്കും. കൂട്ടുകാർ, ഇത് കണ്ടോ, കളക്ഷൻസിന്റെ ഒരു ബഹളം തന്നെയാണ്. കാരണം വെളിയിൽ നിന്ന് കയറിയപ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ചങ്ങനാശ്ശേരിയുടെ യാത്രയിൽ
ഇങ്ങനൊരു സ്ഥാപനത്തിൽ കയറാൻ പറ്റിയത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കാണുകയാണ്. കണ്ടോ, പല വെറൈറ്റിയിലുള്ള, ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന രീതിയിൽ പറയുന്ന വലുപ്പത്തിൽ ഇവിടെ നിർമ്മിച്ച് കിട്ടുന്നതാണ്. സ്റ്റാച്യൂസ് ആട്ടെ, ഫോട്ടോസ് ആട്ടെ, അതിൽ ഫോട്ടോയുടെ കളക്ഷൻസ് കിടക്കുന്നേ ഉള്ളൂ. അത് നിങ്ങളെ ഇനി കാണിക്കാം. കണ്ടോ, ജീസസിൻ്റെ ഒക്കെ വലിയ രൂപങ്ങൾ, ഔസേപ്പിതാവുണ്ട്, യൂദാസ്ലീഹയുണ്ട്, മാതാവുണ്ട്, ഗുരുദേവനുണ്ട്, അന്തോനിസ് ഉണ്ണിയാളച്ചനുണ്ട്, ഔസേപ്പിതാവുണ്ട്, 3 രാജാക്കന്മാരുണ്ട്. അപ്പോൾ സാറേ, ഇത് ഒരുപാട് ഫോട്ടോസിന്റെ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഗ്ലാസ്സിലുള്ള ഒരു വർക്കാണ്. ഈ പ്രസന്റേഷൻ, കല്യാണത്തിന് പ്രസന്റേഷൻ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഇതെല്ലാം ഗ്ലാസ് വർക്കാണ്. അടിപൊളി. ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ടല്ലേ? ഇഷ്ടം പോലെ, ഏത് ടൈപ്പ് വേണേലും എല്ലാം ഇവിടെ തന്നെ. യെസ്. ഒരു അത്യപൂർവ കാഴ്ചയിലേക്കാണ് ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും വലിയൊരു പെരുന്നാളാണ് മകരം പെരുന്നാൾ. വിശുദ്ധ സെബസ്ത്യാനസ് പുണ്യാളച്ചൻ്റെ പെരുന്നാളാണ്. ഞാനിതിവിടെ പറയാൻ കാരണം 9 ഇഞ്ച് മുതൽ 6 അടി വരെ പൊക്കമുള്ള സെബസ്ത്യാനസ് പുണ്യാളച്ചൻ്റെ രൂപം, സ്റ്റാച്യു, അത് അമ്പ് വെച്ചതുകൊണ്ട് അമ്പ് വെക്കാത്തതുമായ ഇതുകൊണ്ടോ സ്റ്റാച്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. നോക്കൂ, എത്ര മനോഹരമായിട്ട്. പറഞ്ഞില്ലേ, ഇവിടെ വരുമ്പോൾ ഉള്ള പോസിറ്റീവ് വൈബ് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്ന് ചോദിക്കും. ഇത് അപൂർവ കാഴ്ചയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇത് ഇങ്ങനൊക്കെ എപ്പോഴും കാണാൻ കിട്ടുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വലിയ ദൈവാനുഗ്രഹം തന്നെയാണ്. അപ്പം കൂട്ടുകാരെ, ബാക്കി ഇവിടെയുള്ള നമ്മുടെ സാരഥികളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാറ് പരിചയപ്പെടുത്തുന്നതായിരിക്കും. സാറേ, ഇവരെ രണ്ടുപേരും ഒന്ന് പരിചയപ്പെടുത്താവും. ഇതെന്റെ ഭാര്യയാണ്, ബിന്ദു എന്ന് പേര്. ബിന്ദു. ഓക്കെ. ഇത് എന്റെ സ്റ്റാഫാണ്. 20 വർഷമായിട്ട് എന്റെ സ്റ്റാഫാണ്. 20 വർഷമായിട്ട് കൊടുകൈ. അപ്പോൾ സാറേ, മെയിനൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നമ്മുടെ ഈ കടയുടെ സമയം എന്ന് പറയാം, തുറക്കുന്നത് നടക്കുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 9:30 വരെയാണ് നമ്മുടെ സർവീസ്. പിന്നെ അവസാനത്തെ ആളെ വരെ നമ്മൾ വിട്ടിട്ട് നമ്മൾ കട അടയ്ക്കത്തുള്ളൂ. ചിലപ്പോൾ നേരത്തെ ദൂരത്തു നിന്നൊക്കെ വിളിക്കും, ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാവോ, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാവോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ആളെ വിട്ടിട്ട് കട ക്ലോസ് ചെയ്യും. അതുപോലെ ഈ ഞായറാഴ്ച ദിവസം കട, ഞായറാഴ്ച 10:30 മുതൽ 2:30 വരെ. അപ്പോൾ സാറേ, അതുപോലെ നമുക്ക് ഈ ക്രിപ്പ് സെറ്റ് ഇല്ലേ? ഉണ്ട്. അതൊന്ന് കാണിക്കാവോ? പിന്നെ എന്നാ, അതായത് പ്ലാസ്റ്റർ പാരീസിന്റെ മോഡൽ. പ്ലാസ്റ്റർ പാരീസ് 250 രൂപ മുതൽ അങ്ങോട്ടുണ്ട് സെറ്റ്. പിന്നെ ഏറ്റവും ഇതെന്ന് പറയുന്നത് ഇത് വത്തിക്കാൻ സെറ്റ് എന്ന് പറയും. വത്തിക്കാൻ സെറ്റ് അത് 5 ഇഞ്ച് മുതൽ 28 ഇഞ്ച് വരെയുള്ള 28 ഇഞ്ച് സൈസ് വരെ വലിപ്പമുള്ള ക്രിപ്പ് സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നിലവിലുണ്ട്. പിന്നെ ഇത് വെക്കുന്ന ഒരു പുൽക്കൂടുകൾ ഫോൾഡ് ചെയ്യാവുന്നതുണ്ട്, ചൂരിലെ ചെയ്തതുണ്ട്. അതെപ്പം നമുക്കിവിടെ സ്റ്റോക്കുള്ള വന്നാൽ മതി. പോളി മാർബിൾ ഉണ്ട്, പ്ലാസ്റ്റർ പാരീസ് ഉണ്ട്, പോളി റെസിൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. ഏത് ടൈപ്പ് വേണേലും, ഏത് വലിപ്പത്തിലും ഉണ്ട്. പക്ഷേ അതുപോലെ ഈ മുത്തുക്കുട, നമ്മുടെ പ്രദക്ഷിണത്തിനൊക്കെ ഉപയോഗിക്കുന്ന മുത്തുക്കുട, ഇത് എന്ത് വില? ഇതിന് 650 രൂപ മുതൽ 1750 രൂപ വരെയുള്ള കുടയുണ്ട്. പിന്നെ 2 തട്ടുള്ള കുടയുണ്ട്. 2 തട്ടുള്ള അത് നമ്മൾ ചെയ്തു കൊടുക്കും. അതെ അല്ലേ? അത് 2000 രൂപ. പുതിയതായിട്ട് ഇറങ്ങിയ ഓർഡർ വന്നാൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഈ പള്ളിപ്പെരുന്നാളൊക്കെ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. അതെ. അപ്പൊ എത്ര കുട വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. എത്ര ഉണ്ടെങ്കിലും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ സോഫിയ ഫോട്ടോസ് ഷോപ്പിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇവര് നമ്മുടെ അച്ചായനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ്. എന്താവശ്യമുണ്ടെങ്കിലും, എന്ത് സ്റ്റാച്യു, ഫോട്ടോ എന്താണെങ്കിലും അച്ചായനെ ധൈര്യമായിട്ട് ഏത് സമയത്തും വിളിക്കാം. അപ്പോൾ ഓക്കെ പ്രേക്ഷകരെ, ഒരുപാട് വർഷങ്ങളത്തെ പാരമ്പര്യമുള്ള ഒരു തിയേറ്ററാണ് അപ്സര തിയേറ്ററും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആൽമരവും. ആണോ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഈ വരുന്ന വഴിക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, ബസ് പോകുന്നു. അടിപൊളി. ചങ്ങനാശ്ശേരി 4 കോടി കുരിശുമൂട് കുട്ടനാകുന്ന് കുന്നുംപുറം JJMS. അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഇതാണ് ചങ്ങനാശ്ശേരിയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇപ്പം കാണിക്കാവേ, ബസ് ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. ഇതാണ് ചങ്ങനാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. കാണാവോ കൂട്ടുകാരെ? നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. പഴയ കാലത്തുള്ള ബസ് സ്റ്റാൻഡാണ്. ഇപ്പോഴും നല്ല തിരക്കുള്ള ബസ് സ്റ്റാൻഡ്. അതുകൊണ്ടോ ചങ്ങനാശ്ശേരി നഗരസഭ PP ജോസ് സ്മാരക ബസ് ടെർമിനൽ. നമുക്കൊന്ന് ഓടി ഇതൊക്കെ ഇറങ്ങിയിട്ട് വരാം. ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. ഒരുപാട് കടകളുണ്ട്, ജ്യൂസ് കടകളുണ്ട്, ഒരുപാട് കടകളുണ്ട്. അവിടെയൊക്കെ കണ്ടോ, ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളും ഒക്കെയാണ്. ഒന്ന് കറങ്ങിയിട്ട് വരാം.
ഇഷ്ടം പോലെ ആൾക്കാരും തിരക്കും കച്ചവടം നടക്കുന്ന വലിയൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന, പല സ്ഥലങ്ങളിലേക്ക് വന്നു പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. എല്ലാ ബസ് സ്റ്റാൻഡിലും പല ആൾക്കാർ വന്നു പോകും. എന്നിരുന്നാലും ഇത് എടുത്തു പറയേണ്ട ഒരു ബസ് സ്റ്റാൻഡാണ് ചങ്ങനാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ കക്കായിറച്ചി ഇഷ്ടമാണോ? നമ്മുടെ കൂടുതൽ കക്കായിറച്ചി ഉണ്ട്. കക്കായിറച്ചി സ്ഥിരം വെക്കുന്ന ഒരു അമ്മച്ചിയുണ്ട് ഇവിടെ. കണ്ടോ, നല്ല സൂപ്പർ കക്കായിറച്ചി. അമ്മേ, എന്നാ ഉണ്ട് വിശേഷം? ഓ, സുഖം. കച്ചവടമൊക്കെ എങ്ങനെ പോകും? കച്ചവടമൊക്കെ നന്നായിട്ട് പോകും. ഇത് വലിയ കക്കായിറച്ചി, ഇത് വലിയ കക്കായിറച്ചി, ഇത് ഇത് ചെറിയ ചെറിയ കക്കായിറച്ചി. ഇതിനെന്നാ വില? അതിന് 260. ഒരു കിലോ. ഈ ചെറുതിനോ? ചെറുതിന് 220. എവിടാ വീട്? വീട് കണിച്ചുകുളങ്ങര. കണിച്ചുകുളങ്ങര എന്ന് പറയുമ്പോൾ ചേർത്തല കണിച്ചു. അവിടെ നിന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇതുവരെ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മുഴുവൻ തീരുവോ? പിന്നെ തീരും. 20 വർഷമായി. 20 വർഷമായിട്ട് ഇവിടെ തന്നെ ഇരുന്ന് കച്ചവടം. അമ്പടി പൊളിസു. കൊള്ളാം കൊള്ളാം. അപ്പൊ കൂട്ടുകാരെ വന്ന വഴിക്ക് നമ്മുടെ ഒരു ചങ്കിനെ കണ്ടു, മിസ്റ്റർ ജോബി. എൻ്റെ പേര് ജോബി. ഇദ്ദേഹം ഇവിടുത്തെ ഒരു വലിയൊരു ക്യാമറാമാനാണ്, അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചങ്ങനാശ്ശേരിയിലെ. യെസ്. അടിപൊളി. അപ്പം ജോബിച്ചേ, യെസ്. എന്നോട് വിശേഷം? സുഖം, ഇങ്ങനെ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നു. ചോറ് കഴിക്കാൻ പോയോ? ഊണ് കഴിച്ച്. ഈ ചങ്ങനാശ്ശേരി വന്നിട്ട് എത്ര വർഷമായി? ഞാനൊരു 94 തൊട്ട്. 94 തൊട്ടുണ്ട്. എസ് ബി കോളേജ് പഠിച്ചു. എസ് ബി കോളേജ്. ഞങ്ങളിപ്പോ എസ് ബി കോളേജ് ഒക്കെ ഇങ്ങനെ കാണാൻ പോകണം. അപ്പം ചങ്ങനാശ്ശേരിയെ കുറിച്ച് വളരെ ചുരുക്കത്തില് ഒന്ന് പറഞ്ഞേ. അടിപൊളി പ്ലേസ് അല്ലേ? സൂപ്പർ പ്ലേസ്. എല്ലാം നല്ല ജോബിച്ചാനെ പോലെ നല്ല മനസ്സിലുള്ള ആൾക്കാർ അല്ലേ? നമ്മള് കക്കായിറച്ചി കണ്ടു. അപ്പോഴാണ് നമുക്ക് മീൻ വിൽക്കുന്നത്. നമ്മുടെ ഒരു പേര്? എൻ്റെ പേര് ഹാഷിം. ഹാഷിം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പം എന്നിരുന്നാലും നമ്മളിപ്പോ അമ്മച്ചിയെ കണ്ടു. അമ്മച്ചി പറഞ്ഞു 20 വർഷമായിട്ട് ഇവിടെ നിന്ന് വിൽക്കുകയാണ്. 20 വർഷത്തിന് മേളിലായെന്ന് തോന്നുന്നു. 20 വർഷത്തിന് മേളിലായെന്ന് തോന്നുന്നു. ഇവിടെ ഈ ഇതെല്ലാം വിറ്റു പോകുന്നു പറഞ്ഞു. അണ്ണന്റെ ഈ മീനും കാര്യങ്ങളൊക്കെ ഇതെന്റെ സഹോദരന്റെ സ്ഥാപനമാണ്. സ്ഥാപനം ഇവിടെ നിന്നൊരു സ്റ്റാഫിന് ഇച്ചിരി വയ്യാഴി വന്നപ്പോൾ ഞാനൊരു 3-4 ദിവസം ഇവിടെ നിന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ? കച്ചവടം കുഴപ്പമില്ല. നമ്മൾ സാധാരണക്കാരുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയെ കുറിച്ച് 2 വാക്ക്. ചങ്ങനാശ്ശേരി ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഈ നാടിന്റെ മതസൗഹാർദ്ദവും മറ്റു സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ വളരെ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ചങ്ങനാശ്ശേരി അരമനപ്പടിയിലെ ഒരു സുന്ദര മറ്റൊരു കാഴ്ച. നിങ്ങളുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ സൈക്കിൾ മേടിക്കണമെന്ന പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ ചങ്ങനാശ്ശേരി അരമനപ്പടി വരിക. അവിടെ മുളകുപാടം സൈക്കിൾ ഷോറൂം ഉണ്ട്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ ഓണർ അവിടെ ഉണ്ട്. നമുക്ക് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ചെറിയ സൈക്കിൾ മുതൽ വലിയ സൈക്കിൾ വരെ ഇവിടെ അങ്ങേ അറ്റം വരെ പോയിരിക്കുക. നമുക്ക് മൊത്തം കാണാം, എണ്ണിയാ തീരത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇതുകൊണ്ടോ, കൊച്ചു സൈക്കിൾ മുതൽ പല കളറിൽ പല വെറൈറ്റി സൈക്കിളുകളാണ്. സൈക്കിളിന്റെ ഒരു ബഹളം തന്നെയാണ്. പിന്നെ ഇതിനുള്ളിൽ ഇവരുടെ ഗോഡൗൺ ആണ്. പിന്നെ സൈക്കിളിന്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലാണ്. ഭയങ്കര വലിയ സൈക്കിളൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. കേട്ടോ, അപ്പോൾ മുളകുപാടം സൈക്കിൾ ഷോറൂമിന്റെ സാരഥിയെ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അദ്ദേഹത്തിലൂടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നമസ്കാരം സാർ. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? സുഖമായിട്ട് പോകുന്നു. സാറിന്റെ പേര്? ബിജു വർഗീസ്. മുളകുപാടം ഹൗസ്. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുളകുപാടം എന്ന് കേൾക്കുമ്പോഴേ പെട്ടെന്ന് പുലിമുരുക സിനിമ ഓർമ്മ വരുന്നത്. ഈ മുളകുപാടവും പുലിമുരുകന് സാറ് വെട്ടുന്ന കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. അതെന്തുവാ കണക്ഷൻ? അച്ഛന്റെ ചേട്ടന്റെ മോനാണ് ടോമിച്ചൻ മുളകുപാടം. ടോമിച്ചായ മുളകുപാടം. പുലിമുരുകനെ പിന്നെ പോക്കിരി രാജ, രാമലീല അടുത്ത പടങ്ങളെല്ലാം ഹിറ്റാണ്. എന്നിരുന്നാലും എത്ര വർഷമായി നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? 40 വർഷത്തോളം. 1987 തുടങ്ങിയതാ. 1987 തുടങ്ങിയിട്ട് 40 വർഷം സാറ് തന്നെയായിരുന്നു? 40 വർഷം ഞാൻ തന്നെ. സൈക്കിൾ ഓടിക്കാൻ അറിയോ സാറ്? അറിയാം. എങ്ങനെയുണ്ട് കച്ചവടം കാര്യം? നല്ല രീതിയിൽ കച്ചവടം പോകും. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളില്ലേ, ഇപ്പം സാറ് മുമ്പേ പറഞ്ഞു ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാര് വിളിച്ചിട്ട് വരാറുണ്ട്, കിഴക്കൂന്നൊക്കെ. ശരിയല്ലേ? ഒത്തിരി ഉണ്ട്. പടിഞ്ഞാറൻ മേഖല മുഴുവൻ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ മുത്രക്കരി, കുമ്പളങ്കേരി, പുളിങ്കുന്ന്, കാവാലം എല്ലാം ഇവിടെ തന്നെ വരുന്നു. അല്ല, പടിഞ്ഞാറ് പ്രദേശം മൊത്തം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എത്ര ദൂരം നിന്നൊക്കെ വരുന്നവർക്ക് ഓഫറുകൾ വല്ലതും കൊടുക്കുന്നുണ്ടോ? അവർക്ക് ചില താത്തിട്ട് കൊടുക്കുന്നത്. കോട്ടക്കൂലിയൊക്കെ കുറച്ച് കൊടുക്കും. ബ്രാൻഡ് സൈക്കിളുകൾ തന്നെ വിൽക്കുന്നു. അതുകൊണ്ട് എല്ലാം ബ്രാൻഡ് സൈക്കിൾ തന്നെ വിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള സൈക്കിൾ പാൻഡം എല്ലാ കമ്പനിയുടെ ഉണ്ട്. ആണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. അത് ചെറുതൊട്ട് 1 വയസ്സ് തൊട്ട് പിള്ളേർക്ക് തൊട്ട് നമുക്ക് വരെ ഉപയോഗിക്കാവുന്ന വലിയ വണ്ടികൾ വരെ ഉണ്ട്. അത് രാവിലെ എത്ര മണിക്ക് തുറക്കണേ? ഞാൻ 9 മണിയാകുമ്പോൾ തുറക്കും. 9 മണിയാകുമ്പോൾ തുറക്കും. വൈകിട്ട് 9 വരെ ഉണ്ട്. ഗോഡൗൺ ഇവിടെ തന്നെ പുറകിലുണ്ട്. ഇത് മറ്റേ കുഞ്ഞു പിള്ളേർക്കുള്ളതല്ലേ? എല്ലാ ഐറ്റം ഉണ്ട്. ചെറിയ പിള്ളേരുടെ എല്ലാം ഉണ്ട്. കൊച്ചു പിള്ളേരുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടോ? അതാ ഞാൻ ചോദിച്ചേ. സാറേ, ഇവിടെ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടല്ലോ? ഒന്ന് കാണിക്കാവോ? ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ തന്നെ ഇരിപ്പുണ്ടോ? ഇതെങ്ങനെയാ എന്റെ സിസ്റ്റം? ഇത് താക്കോൽ ഓൺ ആക്കുക. അതിന്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടിന്റെ ഇതുണ്ട്. സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് കുറഞ്ഞ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ മൈനസ്, കൂടിയ സ്പീഡ് വേണം പ്ലസ് ചെയ്യാം. കണ്ടോ, കൂട്ടിവിടാം, ഇത് വിടാം.
കുറയ്ക്കുകയും ചെയ്യാം. അതെ അല്ലേ? എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ ആക്സിഡന്റ് ഉമ്മ കൊടുത്താൽ മതി. ഇത് കണ്ടോ? അപ്പൊ ചാർജ് ചെയ്യണ്ടേ? ഇത് ചാർജ് ചെയ്യണം. അപ്പൊ നമുക്ക് ലേഡി സൈക്കിൾ കാണാം. വാ. GSA ലേഡി ബേഡ് എല്ലാ കമ്പനിയുടെയും ഉണ്ട്. ഇതിന്റെ കൂടുതൽ പിങ്ക് കളർ ആയിരിക്കും പോകുന്നത്. പിങ്ക് കൂടുതൽ പോകുന്നുണ്ട്. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വയലറ്റ് കളർ ഉണ്ട്. 5-6 കളർ ഉണ്ട്. 5-6 കളർ ഉണ്ട്. ഇതെല്ലാം പോകുന്നതാണ്. അടുത്ത സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു തീറുകയാണ് സൈക്കിളാണ്. ഒരു ആറ്റം ബോംബ് ഫാൻറ്റം എന്നാണ് ഈ സൈക്കിളിന്റെ പേര്. അമേരിക്കൻ കമ്പനിയുടെ സൈക്കിളാണ്. 18,000 രൂപയുടെ മുതൽ. അതേ നോക്കൂ സാർ, എന്നെ പരിചയപ്പെടുത്തും. 21 ഗിയറാണ് സാറേ. 21 ഗിയർ ആണല്ലേ? 21 ഗിയർ. ജപ്പാന്റെ ഷിമാനോ ഗിയർ. ഫ്രണ്ട് ഡിസ്ക്, ബാക്ക് ഡിസ്ക്, ഷോക്ക് അപ്സർ, ഡബിൾ വോൾ റിമ്മ്, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ അല്ലേ? 18,500 തൊട്ട് 32 വരെയുള്ള ഉണ്ട്. മുളകുപാടം സൈക്കിൾ ഷോർ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. കൊച്ചു പിള്ളേർക്ക് തൊട്ട് വലിയവർക്ക് ഒരു വൈഡ് കളക്ഷൻ ഉണ്ട്. ഇതുണ്ടോ? സാറേ, നിങ്ങൾക്കൊരു ടൂറിസ്റ്റ് ഹോം അല്ലേ ഈ മുളകുപാടം ടൂറിസ്റ്റ് ഹോം നിങ്ങളുടെ ആണോ? അത് തന്നെ ഞങ്ങളുടെയാണ്. അവിടെ എന്നാ സെറ്റപ്പ്? അവിടെ ബുട്ടി ഹാൾ ഉണ്ട്. 10-20 റൂംസ് ഉണ്ട്. AC റൂംസ് വരുന്നവർക്ക് താമസിക്കാനുള്ളത്. അതായത് കല്യാണ പാർട്ടികൾക്ക് വരുന്നവർക്കും പിന്നെ താമസിക്കാനായിട്ടുള്ള 20 റൂംസ് ഉണ്ട്. AC റൂംസ് ഉണ്ട്. ഇവിടെ അടുത്തല്ലേ? ഇവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങളെ കാണിക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. കൂട്ടുകാരെ, വേറെ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഓടിപ്പോയത് കണ്ടിട്ട് വരാം. കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ സാറ് പറഞ്ഞ മുളകുപാടം ടൂറിസ്റ്റ് ഹോം ഇതാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് കോഹനൂർ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. വെളിയിലെ കാഴ്ചകൾ കണ്ട് നമുക്ക് അകത്തോട്ട് കയറാം. അകത്ത് അടിപൊളി കാഴ്ചകളുണ്ട്. വാ സാറേ. റിസപ്ഷൻ കൗണ്ടറാണ്. ഇവിടുന്ന് റൂംസ് ഒക്കെ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് മുകളിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ഹാള്. ഇതാണ് നമ്മുടെ ഹാള്. സാറേ, അടിപൊളിയാണല്ലോ. അടിപൊളിയാണ്. നല്ല വെട്ടവും നല്ല രസമുണ്ട്. ഇവിടെ കൂടുതലായിട്ട് മീറ്റിങ്ങുകൾ, നമ്മുടെ മാമോദിസ, ഖുർആൻ കളിപ്പാട്, ബർത്ത്ഡേ പാർട്ടികള്, കമ്പനിയുടെ മീറ്റിങ്ങുകള്, അങ്ങനെ ഒത്തിരി ഫംഗ്ഷനുകൾ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മാക്സിമം എത്ര പേർക്ക് സ്പേസ് ഉണ്ട്? 200 പേർക്ക് വരെ ഇരിക്കാനുള്ള 200 പേർക്ക് വരെയുള്ള ഇതുണ്ട്. കമ്പനിയുടെ മീറ്റിങ്ങുകൾ, ഒരുപാട് എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. വളയിടിയില് സിസ്റ്റം സഹിതമുണ്ട്. എല്ലാം ഉണ്ട്. സിസ്റ്റം മൈക്ക് സെറ്റും എല്ലാം അടക്കുക. സ്റ്റേജ് AC, ഫുൾ AC ആണ്. ഈ കസേര ഒരു വെറൈറ്റി ആണല്ലോ. നല്ല രസമുണ്ട് സാർ. നല്ല അല്ലേ? കസേര, മേശ, എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ. ഒന്നും പുറത്തു കൊടുക്കണ്ട. എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ AC റൂം കാണാം. ഇതാണ്. ഇവിടെ മൊത്തം എത്ര റൂമുണ്ട് സാറേ? 20 റൂംസ് ഉണ്ട്. 20 റൂമുണ്ട്. അപ്പം ഇതൊക്കെയാണ് മുളകുപാടത്തിന്റെ വിശേഷങ്ങൾ. ഇത് ഹൃദയഭാവം എന്ന് പറഞ്ഞ ചുമ്മാതല്ല. ചങ്ങനാശ്ശേരി ടൗണിന്റെ ഒത്ത നടുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് ഇത്രയും വിശാലമായ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ടെന്ന് ചിലർക്കെങ്കിലും ഇപ്പോഴല്ലേ മനസ്സിലായത്. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഹാള് കണ്ടു, റൂമിന്റെ ഫെസിലിറ്റീസ് കണ്ടു, കയറി വരുമ്പോൾ പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും സാറേ, ഒരുപാട് സന്തോഷം. നല്ല വെയിലുണ്ട്. എന്നിരുന്നാലും നിങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ ഈ വെയിലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇതുകൊണ്ട് ബ്രീസ് ഹോട്ടൽ ബ്രീസ് ഇന്റർനാഷണൽ. നമുക്ക് ഇതുണ്ട്. നല്ല എൻ്റെ അമ്മേ സന്തോഷമായിട്ടിരിക്കുന്നോ? ഓക്കെ. ഇവിടെ തിരക്കെന്ന് പറഞ്ഞാൽ കൂകുരി തിരക്കാം. കടകളിൽ ആണെങ്കിൽ കച്ചവടമോ കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് നമ്മളൊരു കടലച്ചേട്ടനെ കണ്ടു. കടലേ. അപ്പൊ ഈ ചേട്ടനുമായിട്ട് നമുക്ക് സംസാരിക്കാം. എന്നോട് വിശേഷം? ചേച്ചാ, വിശേഷം നിറച്ചുകൊണ്ട് ചേട്ടാ. പൊങ്കലൊക്കെ വന്നു. വിശേഷങ്ങളുണ്ട് ചേട്ടാ. ഉണ്ട്. എവിടെ വീട്? ഞങ്ങളെ ചെങ്കോട്ട. പേര്? മുരുകൻ. K. മുരുകൻ. മുരുക വേലായുധ. ഓക്കെ. കടല കച്ചവടം എങ്ങനെ പോകുന്നു? കടല കച്ചവടം നല്ല കച്ചവടമാ. ചങ്ങനാശ്ശേരി വന്നിട്ട് 24 വർഷമായി. 24 വർഷമായിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള മുരുകണ്ണൻ. ചങ്ങനാശ്ശേരി എങ്ങനെയുണ്ട്? നല്ല സ്ഥലമാ. നല്ല ജനങ്ങളാ. നല്ല സ്നേഹമുള്ള ജനങ്ങളാ. ഏത് സമയം നമ്മുടെ ചെങ്കോട്ട. ഓക്കെ. ലവ് യു. ഉമ്മ.
അപ്പൊ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് അകത്തോട്ടും പുറത്തോട്ടും ഉള്ള വഴികളുണ്ട്. ഇത് അകത്തോട്ടുള്ള ഒരു വഴിയാണ്. ഇവിടെ എല്ലാം ഒരുപാട് കടകളുണ്ട്. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചങ്ങനാശ്ശേരിയിൽ ഇതിങ്ങനെ വിസ്തൃതമായിട്ട് അങ്ങനെ കിടക്കും. അപ്പൊ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് വലിയൊരു പച്ചക്കറി കട കണ്ടു. വർഷങ്ങളായിട്ട് ചങ്ങനാശ്ശേരി കച്ചവടം നടത്തുന്ന ചേട്ടന്മാരാണ്. ചേട്ടാ നമസ്കാരം. 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 എന്നാ പേര്? എന്റെ പേര് മനോജ്. മനോജ് ചേട്ടാ ചങ്ങനാശ്ശേരിക്കാരനാണോ? ചങ്ങനാശ്ശേരിക്കാരൻ. കച്ചവടം എങ്ങനെ പോകുന്നു? കച്ചവടം അടിപൊളിയാ. ഇവിടെ പറയാൻ ആള് ക്യൂ നിൽക്കും. അന്നേരോ പറയട്ടെ ചേട്ടായി പറ. ദൈവത്തിന്റെ സ്വന്തം നാട് ശരി. ആ എല്ലാം നല്ല ആൾക്കാര്. എല്ലാം നല്ല ചേട്ടയുടെ പേര് പറഞ്ഞില്ല. എന്റെ പേര് രാജീവ്. രാജീവ്. രാജീവേട്ടാ കൊടുകൈ ഓക്കെ. ഒരു പാട്ട് പാടുവോ? പാട്ട് പാടാം. പച്ചക്കറിയെ കുറിച്ച് പാട്ട് പാടാം. ഏതൊരു ഇഷ്ടമുള്ളൊരു പാട്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനക്കുള്ള പെണ്ണിനെ കണ്ടേ ചെമ്പല്ലിക്കറി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടയിൽ നീയുള്ള പിടയ്ക്കണ മീനാനേ. പോരെ മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. കറക്റ്റ് ആളെ നമുക്ക് കിട്ടിയത് കേട്ടോ. അടിപൊളി. ഭാവിയിൽ വലിയൊരു ഗായകനായ മാറടി. പച്ചക്കറിയെ കുറിച്ചൊരു പാട്ട് പാടോ? പച്ചക്കറിയെ കുറിച്ച് പാട്ട് പാടാം. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ട് ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാട്. സൂപ്പർ സൂപ്പർ. സ്ഥാപനങ്ങൾ എണ്ണിയാലും മുമ്പേ പറഞ്ഞാൽ എണ്ണിയാലും തീരത്തില്ല. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ കടകളിലും സ്ഥാപനങ്ങളിലും ഫുൾ തിരക്കാന്നുള്ളതാണ്. അത് ഏത് സമയത്ത് വന്നാലും വീണ്ടും സിഗ്നലിൽ എത്തിയിരിക്കുകയാണ് ചുമല. ഞാൻ മുമ്പേ പറഞ്ഞ നിയമങ്ങൾ പാലിക്കേണ്ടതാണ് അതാരാണെങ്കിലും. ഇപ്പോൾ കൂട്ടുകാരെങ്ങനെ പച്ച കത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി ചന്തക്കടവ് റോഡിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ കൊണ്ട് ഇഷ്ടം പോലെ ഷോപ്പുകൾ. പ്രിയ പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി ടൗണിലാണ്. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി ചന്തക്കടവാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു സ്പെഷ്യൽ ഒരു ഷോപ്പിന്റെ കാര്യം ഇങ്ങനെ അറിഞ്ഞു. ഈ നാട്ടുകാരെ മുഴുവൻ പറഞ്ഞു. ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 20 വർഷത്തെ സേവന പാരമ്പര്യം. ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നടത്തുന്നതാണ്. ഇവരുടെ സേവന പാരമ്പര്യം കൊണ്ട് മാത്രം ഈ ചങ്ങനാശ്ശേരിക്കാരുടെ മുഴുവൻ മനസ്സ് ഇവർ കവർന്നെടുത്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഒരു ഒപ്റ്റിക്കൽ ഷോപ്പാണ്. ആ ഷോപ്പിന്റെ പേര് സിയോൺ ഒപ്റ്റിക്കൽ ഷോപ്പ്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ പോയി കണ്ടറിയാം. വാ. നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നില്ല. ഞാനേ ഇങ്ങനെ ഇതുവഴി ചങ്ങനാശ്ശേരി വഴി ഇങ്ങനെ കറങ്ങി വന്നപ്പം ഒത്തിരി ആൾക്കാർ ഈ സിയോൺ ഒപ്റ്റിക്കൽസിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഒരുപാട് ഒപ്റ്റിക്കൽസ് കടയുണ്ട്, ഷോപ്പുകളുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ പ്രത്യേകത കുറെ പേര് എടുത്തു പറഞ്ഞു. ഒന്ന് ഫാമിലി നടത്തുന്ന ഒരു ഷോപ്പാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പിന്നെ ഏറ്റവും എടുത്തു പറഞ്ഞത് നിങ്ങളുടെ സർവീസിനെ കുറിച്ചാണ്. പറഞ്ഞ കൃത്യസമയത്ത് അത് ചെയ്തു കൊടുത്തിരിക്കുന്നു പറഞ്ഞു. ശരിയാണോ? ശരിയാണ്. അത് ചോദിക്കാൻ പറഞ്ഞത്. പേര്? എന്റെ പേര് ബെന്നി. ബെന്നി ചായൻ. താമസിക്കുന്നത് തൃക്കടിത്താണ്. ഇവിടെ അടുത്ത് തന്നെയല്ലേ? അടുത്ത് തന്നെയാണ്. ഇതെന്റെ വൈഫാണ് മോളി ബെന്നി. മോളി ചേച്ചി. അതെ. അപ്പൊ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് മോളി ചേച്ചിയാണ്? അതെ. ബാക്കി കാര്യങ്ങളെല്ലാം ഫുൾ ടൈം പുള്ളിക്കാരിയാണ് ഈ ഷോപ്പ് നോക്കി നടത്തുന്നത്. അതെ. ഒരു ഫാമിലി ബിസിനസ് ആണ്. ശരി, ഓക്കെ. 20 വർഷത്തെ 20 വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് ഈ സ്ഥാപനത്തിന്. 20 വർഷമായിട്ടും ദൈവത്തിന്റെ കൃപയാല് വളരെ നല്ല രീതിയിൽ ഈ ഷോപ്പ് പോകുന്നു. നമ്മുടെ വിജയം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മറ്റു പല ബിസിനസ് പോലുള്ള ഒരു ബിസിനസ് അല്ല ഇത്. ഇതിന് മെയിനായിട്ട് മറ്റു കടക്കാർ കണ്ണട വിൽക്കുന്നു ഉള്ളതിൽ കവിഞ്ഞ ഏറ്റവും വലിയൊരു പരാതി നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സർവീസാണ്. നമ്മളിപ്പോ ഏത് കടയിൽ നിന്ന് കണ്ണാടി കൊണ്ടുവന്നാലും നമ്മളത് മറ്റു കടയിൽ നിന്ന് വാങ്ങിയാണെന്നൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ അത് ഫ്രീ ആയിട്ടാണ് സർവീസ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ടാണ്? അതെ, തീർച്ചയായിട്ടും. സർവീസുകളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മുടെ ആ സർവീസ് കണ്ടിട്ട് എനിക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ള, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സ്ഥാപനത്തിൽ കടന്നു വരണം. കടന്നു വന്ന് ഞങ്ങളുടെ സർവീസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കടന്നു വരിക. തീർച്ചയായിട്ടും. അതായിരിക്കും നമ്മുടെ. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഇതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹകരണത്തിനും ഞങ്ങളുടെ
നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് ആണല്ലോ നമ്മുടെ ഊർജം, അതെ എനർജി. അതെ അതെ അല്ലെ, കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് മുമ്പോട്ട് പോകത്തുള്ളൂ. അതുപോലെ ഇതൊരു ദൈവികമായ ഒരു ബിസിനസ് തന്നെയാണ്. തീർച്ചയായും. കാരണം കണ്ണിന് കാഴ്ച കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ അത് വളരെ കൃത്യമായിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു പ്രേക്ഷകരോട്. അച്ചായൻ പറഞ്ഞ കേട്ടില്ലേ, അച്ചായൻ ഒരു ബിസിനസ് ആയിട്ട് മാത്രമല്ല ഇത് കാണുന്നത്. പലരും പല ബിസിനസ് നടത്തുന്നത് എങ്ങനെയും കാശുണ്ടാക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അച്ചായൻ എടുത്തു പറഞ്ഞൊരു വാക്ക് നോട്ട് ദ പോയിന്റ് ആണ്. ഞാനിത് ദൈവികമായിട്ടാണ് ഈ ബിസിനസ്സിനെ കാണുന്നത്. അതിന് തന്നെ വലിയൊരു ഷേക്കാൻ്റെ ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഹോം ഡെലിവറി സൗകര്യമുണ്ട്. നമുക്ക് അത്യാവശ്യം 1-2 വണ്ടികൾ പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ഏറ്റവും ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് വലിയൊരു കാര്യമാണ്. ഇവിടെ ഒരു 2-3 വണ്ടിയെങ്കിലും എടുത്തില്ല. 2-3 വണ്ടി നമുക്ക് ഇടാം. അല്ലാതെ പാർക്കിംഗ് ഉണ്ടല്ലോ. അല്ലാതെ നമുക്ക് പാർക്കിംഗ് ഉണ്ട്. അത്യാവശ്യം വരുന്ന കസ്റ്റമേഴ്സിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ട്രാഫിക്കിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിയോൺ ഒപ്റ്റിക്കൽസിലെ ഫ്രെയിംസിന്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. മോളിച്ചേച്ചി ഇത്ര നേരം ഇവിടെ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. മോളിച്ചേച്ചിയെ ഈ ഫ്രെയിംസിന്റെ കളക്ഷൻസ് ഒക്കെ നമ്മുടെ പ്രേക്ഷകരെ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഞങ്ങളുടെ ഇരിക്കുന്ന ഫ്രെയിം റെയ്ബാന്റെ ഫ്രെയിം ഉണ്ട്, അതുപോലെ ഒക്കലെ പോലീസ്, പിന്നെ നമ്മുടെ ഉള്ളതെന്ന് പറയാനായിട്ട് പ്യൂമ, ബോസ്, ക്രിസ്ത്യൻ ഡയർ ഉണ്ട്. അങ്ങനെ ബ്രാൻഡഡ് ഐറ്റം എല്ലാം നമ്മുടെ ഉണ്ട്. സകല ഐറ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റം ഫ്രെയിമുകളും നമ്മുടെ ഉണ്ട്. സകല ഐറ്റം ഇവിടെ ഉണ്ട്. ഇതെല്ലാം 1 ഇയർ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള ഫ്രെയിമുകളുമാണ്. അത് 1 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. എല്ലാത്തിനും ഉണ്ട്. ഈ ബ്രാൻഡ് ഐറ്റം എല്ലാം ഉണ്ടാവും. പിന്നെ നോർമൽ ഫ്രെയിമുകൾക്കും സാധാരണ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഗ്യാരണ്ടി. പല റേഞ്ചിലുള്ള കൊടുക്കാറുണ്ട്. ഓക്കെ, അടിപൊളി. 1 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കോണ്ടാക്ട് ലെൻസ് ഐ ക്ലിനിക്. ചേച്ചി ഇവിടെ ഈ കളർ കോണ്ടാക്ട് ലെൻസ് ഉണ്ടല്ലോ, അത് കാണിക്കാമോ? അതിപ്പോ നമുക്കത് കളർ ലെൻസ് ഉണ്ടോ എല്ലാ കളറും ഉണ്ട്. എല്ലാ കളറും ഉണ്ട്. ഇത് പവറിലും കിട്ടും, പവറില്ലാതെയും കിട്ടും. നമുക്ക് വെറുതെ ഷോയ്ക്ക് വെക്കാനുള്ളതും കിട്ടും, 2 രീതിയിൽ എല്ലാ പവറിലും കിട്ടും. പിന്നെ അതിന്റെ ക്ലീനിങ് സൊല്യൂഷനുകളാണ് ഇതെല്ലാം. ഓരോരോ കമ്പനികളാണ്, വലുത് പല കമ്പനിയുണ്ട്. അതെല്ലാം എല്ലാ സാധനവും നമ്മുടെ ഉണ്ടാവും. ഫോട്ടോലെൻസിന്റെ വേറെ കമ്പനി എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ചേച്ചി വേറൊരു കാര്യം ചോദിക്കാം. നമ്മുടെ കണ്ണടയുടെ ലെൻസിന്റെ ഏതൊക്കെ ബ്രാൻഡുകളാണ് ഇവിടെ ഉള്ളത്? അത് ലെൻസിന്റെ നമുക്കുള്ളതെന്ന് പറയാനായിട്ട് നമുക്ക് നോവ, കൊഡാക്ക്, എസ്എൽആർ, പിന്നെ അതുപോലെ എല്ലാ ബ്രാൻഡ് സൈസ്, അങ്ങനെ എല്ലാ ബ്രാൻഡ് ഐറ്റവും നമ്മുടെ ഉണ്ടാവും. ബ്രാൻഡഡ് എല്ലാ ഐറ്റവും നമ്മുടെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. പിന്നെ ഡേ നൈറ്റ് ലെൻസുകള് എല്ലാം ഉണ്ടാവും. പിന്നെ പവറില് നമുക്ക് സൺഗ്ലാസുകൾ കിട്ടും. സൺഗ്ലാസ് വെക്കാനായിട്ട് പവറുകൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ ഏത് പവറിലും ഏത് ടൈപ്പ് സൺഗ്ലാസ് നമ്മൾ കൊടുക്കും. കൂട്ടുകാർ, ഇതുണ്ടോ ഈ ചാർട്ട് ലിസ്റ്റ്? അതായത് ഒരുപാട് പവറുള്ള കണ്ണാടി വെച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് അതിന്റെ ഏറ്റവും തിന്നായിട്ട് ലെൻസ് വെച്ച് മാറുന്നതിന്റെ ഒരു ചാർട്ടാണ് ഇത്. ഇതുണ്ടോ, ശ്രദ്ധിച്ചോ പ്രിയമുള്ളവരെ? ഈ ലെൻസ് ഉണ്ടോ, എന്ത് കട്ട് ചെയ്യാൻ നോക്കി, എന്ത് തിക്കാന്ന് നോക്കി. ഇത് ഭയങ്കര പവർ കൂടിയ ലെൻസാണ്. പക്ഷേ ഈ സ്ഥാപനത്തിൽ നമ്മുടെ സിയോൺ ഒപ്റ്റിക്കൽസിൽ വന്നാൽ ഇത് ഏറ്റവും മാക്സിമം ചെറിയ കട്ടിയോടുകൂടി, ചെറിയ തിന്നോടുകൂടിയുള്ള ലെൻസ് ഫിറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. പ്രേക്ഷകരെ, ഇതിന്റെ മുകളിലത്തെ നിലയിലാണ്, അതുകൊണ്ട് ലാഭം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മേളിലത്തെ നിലയിലാണ് ലാബ്. ഇതിന്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇതിന്റെ മേളിൽ തന്നെയാണ്, ഈ ലാബിൽ തന്നെയാണ് നടക്കുന്നത്. നമസ്കാരം. എന്തോ പേര്? അജ്മൽ. വീട് ചങ്ങനാശ്ശേരി. ഇവിടെ തന്നെ ഇവിടെ സ്ഥിരം വരാറുണ്ടോ? സ്ഥിരം വരാറുണ്ട്. വളരെ നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, വളരെ നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. അതെ, ഇപ്പൊ അമ്മായി കൊണ്ട് വന്നതാണ്. അമ്മ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? നല്ലതാ. പവർ കൂട്ടാൻ വേണ്ടി വന്നതാണോ? ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഇവിടെ വർഷങ്ങളായിട്ട് വരാറുണ്ട്? തീർച്ചയായിട്ടും വരാറുണ്ട്. ബെന്നിച്ചാനോട് നല്ല അടുപ്പമാണ്, നല്ല പരിചയമാണ്. വർഷങ്ങളുകൊണ്ട് എനിക്ക് ബെന്നിച്ചാനെ അറിയാം. അപ്പൊ ഞാനിവിടെ ഒരു കണ്ണാടിയുടെ കാര്യത്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ സിയോൺ ഒപ്റ്റിക്കൽസിന്റെ വിശേഷങ്ങളാണ് കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒക്കെ. ഈ കട സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരി സെൻട്രൽ ജംഗ്ഷൻ മാർക്കറ്റ് റോഡിലാണ്. അവിടുന്ന് 3ാമത്തെ സ്ഥാപനമാണ് സിയോൺ ഒപ്റ്റിക്കൽസ്. അപ്പം ബിനിച്ചായോ, ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് പരിചയപ്പെട്ടതിലും ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവച്ചാലും. മോളി ചേച്ചിക്ക് അതുപോലെ ഒരുപാട് താങ്ക്സ്. ഇനി ഒരുപാട് വലിയ വലിയ വിജയങ്ങൾ ജീവിതത്തിലും ഈ സ്ഥാപനത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ പോട്ടെ. ഓക്കെ, ഒത്തിരി താങ്ക്സ്. ഓക്കെ ആൻറ്റി. ഓക്കെ.
വീണ്ടും നമ്മളിങ്ങനെ ചന്തക്കട വഴി, ഇത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബോട്ട് ചെട്ടിയിലോട്ടാണ് നമ്മൾ എത്തിപ്പെടുന്നത് കേട്ടോ. അതൊക്കെ കാണിക്കാവേ. ദ വീൽ ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററി ഷോപ്പ്, ഇതൊക്കെ ഇവിടുത്തെ പ്രശസ്തമായ ഷോപ്പുകളാണ്. വീണ്ടും നമ്മൾ നേരെ ഇച്ചിരി അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ട് ചെട്ടിയാവും. ആലപ്പുഴയിൽ നിന്നൊക്കെ വരുന്ന ബോട്ട്, കുമരകം, ഇവിടെ നിന്നൊക്കെ ബോട്ട് സർവീസ് ഉള്ളതാണ്. കൂട്ടുകാർ ഇതുണ്ടോ, 5 വിളക്ക് സ്ക്വയർ. ഈ സ്ഥലം എവിടാന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ, ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു സിനിമയുണ്ട്, ഇപ്പോഴും കണ്ടാൽ ചാനലിൽ വന്നാൽ നമ്മൾ ആ സിനിമ മാറ്റത്തില്ല. ആ സിനിമയുടെ പേരാണ് ലാലേട്ടനും തിലകൻ സാറും മത്സരിച്ചഭിനയിച്ച സ്ഫടികം എന്ന സിനിമ ഷൂട്ട് ചെയ്ത ആ സ്ഥലമാണ് ഈ സ്ഥലം. കണ്ടോ, ഇത് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് സ്ഫടികത്തിനകത്ത് ഒരു ചിരിപ്പിച്ച ഡയലോഗുണ്ട്. മുതലാളി അടി അടിയോടടി, തോമാച്ചായന്റെ തുടി പറിച്ചടി ഒന്ന് കാണേണ്ടതായിരുന്നു. ആഹാ ആഹാ, ഇത് നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. അത് സ്ഫടിക സിനിമ 1 മുതൽ അവസാനം വരെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതാണ് കണ്ടോ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റ് ബോട്ട് ചെട്ടി റോഡിലാണ്. ഇവിടെ വന്നപ്പോൾ വെയിലത്തും മഴയത്തും കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയ്ക്കാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ഒരു ചേട്ടായിയെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ചേട്ടന്മാരുണ്ട്. ചേട്ടായി, എന്തോ പേര്? എൻ്റെ പേര് കൊച്ചി ചങ്ങനാശ്ശേരി എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ 31 കൊല്ലമായിട്ട് ഈ മാർക്കറ്റിലെ ചുമടുപണി ചെയ്യുന്ന ഒരാളാണ്. കൊച്ചി ചങ്ങനാശ്ശേരി. അങ്ങനെ പറഞ്ഞാൽ ചങ്ങനാശ്ശേരി മുഴുവൻ അറിയും. അത് ചങ്ങനാശ്ശേരിക്കാർക്ക് അറിയാം അതിനെ പറ്റി. എന്റെ ചാനൽ കംപ്ലീറ്റ് അതാ. അതെല്ലേ, കൊച്ചി ചങ്ങനാശ്ശേരി എന്നുള്ള പേരാണ് ഫേസ്ബുക്കിലും എല്ലാം. എന്റെ പേര് കൊച്ചി ചങ്ങനാശ്ശേരി എന്നാണ് ഇട്ടേക്കുന്നത്. ഞാനൊരു മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ഫടികം കഴിഞ്ഞ 31 കൊല്ലമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. കഴിഞ്ഞ മോഹൻലാൽ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ വന്ന ടൈമിൽ ഈ മാർക്കറ്റിന്റെ അവസ്ഥ ഇതല്ലായിരുന്നു. ഇതിനെക്കാട്ടി കൂടുതൽ പണി നടന്നുകൊണ്ടിരുന്ന മാർക്കറ്റാണ്. കെട്ടുവള്ളങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്ന മാർക്കറ്റാണ്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജെട്ടിയിൽ അവിടെ വെച്ചാണ് ഈ മോഹൻലാലിന്റെ ഈ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. ആ ബിൽഡിങ്ങിലാണ് മോഹൻലാൽ മുളയും പിടിച്ച് താഴോട്ട് ചാടുന്നത്. അവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒറിജിനൽ ആയിട്ട് അതിന്റെ അകത്ത് ഒരു മാറ്റവും ഇല്ല. ആരോടും വേണമെങ്കിലും സത്യം പറയാം, ലൈവായിട്ട് കണ്ടതാണ്. ജീപ്പിന്റെ അവിടുന്ന് താഴോട്ട് ചാടുന്നുണ്ട്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ്, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്ന. അത് കുരിശടിയുടെ അവിടെയാണ്. കുരിശടിയുടെ അവിടുന്ന് ബോട്ട് കെട്ടിക്കുക. ഇപ്പൊ അവിടെ ട്രാൻസ്ഫോമർ വെച്ചേക്കുന്നതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അതിന്റെ അപ്പുറത്ത് ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്, അവിടുന്നാണ് ജീപ്പ് ജമ്പ് ചെയ്യിക്കുന്നത്. ഇപ്പം കൊച്ചി ചങ്ങനാശ്ശേരി ചേട്ടന് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 51 വയസ്സ്. 51 വയസ്സ്. അതായത് ജനിച്ച വളർന്നല്ല ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരിയെ കുറിച്ച് കൊച്ചേട്ടൻ ഒന്ന് പറഞ്ഞു. ഇത്ര സത്യസന്ധമായ രീതിയിൽ പറഞ്ഞ ഇതുപോലൊരു മാർക്കറ്റ് വേറെയില്ല ചങ്ങനാശ്ശേരി. ഇത്രയും നീളത്തിൽ കിടക്കുന്ന ഈ ഫിഷ് മാർക്കറ്റ് ആണെങ്കിലും പച്ചക്കറി ചന്ത മാർക്കറ്റ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് പലർക്കും മാർക്കറ്റ് ആണെങ്കിലും ഇവിടുന്ന് സാധനം കയറ്റി പോകാൻ ഒരു തടസ്സങ്ങളില്ല. ഇങ്ങനെ റൗണ്ടിൽ കിടക്കുകയാണ്. ഇതുപോലൊരു മാർക്കറ്റ് കേരളത്തിലില്ല. ഇപ്പൊ നമ്മളിപ്പോ തൃശ്ശൂർ ചെന്ന ചെറിയ മാർക്കറ്റാണ്, കോഴിക്കോട് ചെന്നാലും ചെറിയ മാർക്കറ്റാണ്. ഇത്രയും കോട്ടയത്ത് മാർക്കറ്റിലാണെങ്കിൽ ഇടുങ്ങിയ മാർക്കറ്റാണ്. അതിന്റെ ചാലയിലൊക്കെ ആണെങ്കിലും ഇടുങ്ങിയ മാർക്കറ്റാണ്. ഇത് ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറയുന്നത് ആനയെ വിറ്റ് കച്ചവടം ചെയ്ത മാർക്കറ്റാണ്. മാർക്കറ്റ് ഉണ്ടാകുന്നത് ആനയെ വിറ്റാണ്. അന്നത്തെ കാലത്ത് രാജാവ് ആനയെ വിറ്റാണ് ഈ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് വേലിത്തമ്പി ദളവ ആനയെ ലേലം ചെയ്താണ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. അത് ശരി. ചങ്ങനാശ്ശേരിക്ക് വേറെ പേര് വല്ലതും ഉണ്ടോ? ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ ശംഖുനാഥശ്ശേരി. അതായത് ചങ്ങനാശ്ശേരിയുടെ മറ്റൊരു പേര് ശംഖുനാഥശ്ശേരി. അങ്ങനെ അത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ച് കൈകോർത്ത് നിൽക്കുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി. മതസൗഹാർദ്ദം. ഇത് അന്നത്തെ രാജാക്കന്മാര് ഈ മതസൗഹാർദ്ദം ഉണ്ടാകാൻ വേണ്ടി ഈ 3 സംഗതിയും, കാവിൽ ഭഗവതി ക്ഷേത്രവും പഴയ പള്ളിയും ഈ ചങ്ങനാശ്ശേരി മെത്രോപൊലിത്തൻ പള്ളിയും ഈ രാജാക്കന്മാരുടെ സെൻട്രലായിരുന്നു. എവിടെ എന്ത് പരിപാടി നടന്നാലും ഇത് 3 കേൾക്കണം, ശംഖിന്റെയും നാദത്തിന്റെയും. അതാണ് ശരി. നമ്മൾ ഇവർക്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, 2 മല്ലന്മാർ തമ്മിൽ പഞ്ചഗുസ്തി മത്സരം നടക്കാൻ പോവാണ്. നമ്മുടെ കൊച്ചി ചങ്ങനാശ്ശേരി ചേട്ടനും രഞ്ജീഷ് കായംകുളം കൊച്ചുണ്ടിയോ കായംകുളം കൊച്ചുണ്ടി ചേട്ടനും കൂടെ. അപ്പം ഇവര് ഫസ്റ്റ് കിട്ടുന്നവർക്ക് നമ്മൾ വെടിക്കെട്ടൊരു സമ്മാനം നൽകുന്നതാണ്. അപ്പൊ തുടങ്ങാം. പ്രേക്ഷകർ നല്ലൊരു കൈയടിച്ചേ. പിടിച്ചോ. റെഡി 1 2 3. തിരിച്ചുപിടി. അടിപൊളി.
അടിപൊളി അടിപൊളി പ്രിയപ്പെട്ട കൂട്ടുകാരെ, മത്സരം കണ്ടല്ലോ. ഇതൊരു മത്സരമല്ല, ഇതൊരു ചുമ്മാ സ്നേഹത്തിന്റെ പുറത്ത് പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ വിജയം. അപ്പൊ ഇവരെല്ലാം ഒറ്റക്കെട്ട, ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി നമ്മൾ ടാസ്ക് കൊടുത്തതേ ഉള്ളൂ. അപ്പം ബോധിനിയുടെ മൈസൂർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ്. ഈ സമ്മാനം രജനീഷ്, നമ്മുടെ കായംകുളം കൊച്ചിണിക്കാണ് കിട്ടുന്നതെങ്കിൽ ഇതെല്ലാം ഇവര് വീതിച്ചെടുക്കും. ഇവർ ഒറ്റക്കെട്ട, ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് അല്ലേ? നമ്മൾ ഒറ്റക്കെട്ടല്ലേ? അപ്പൊ സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. നല്ലൊരു കൈയടി. അടിപൊളി. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചങ്ങനാശ്ശേരി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർന്നിട്ടില്ല, നിങ്ങളെ ചങ്ങനാശ്ശേരിയുടെ കാഴ്ചകളിലൂടെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ചാനൽ ട്രാവലിംഗ് തോട്ട്സ് എന്ന ചാനൽ, ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞാലും ഉമ്മ